താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റുമോ? ഞാൻ എല്ലാവരും കയറ്റുന്ന ആളാണല്ലോ. ആരെ വേണമെങ്കിൽ ഞാൻ കയറ്റും. എൻ്റെ കാറിൽ ആരൊക്കെ ജിമ്മി വന്നാലും എൻ്റെ കാറിൽ കയറും. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാറിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇന്ന് വരെ? ഞാനോ ഉമ്മൻചാണ്ടിയോ ഒക്കെയാണ് ഞങ്ങളെല്ലാവരെയും കാറിൽ കയറ്റും. നമ്മുടെ ഒന്നും കാറ് സ്ഥലം പോലും കാണത്തില്ല. ഈ പിണറായി വിജയൻ്റെ ഒരു മന്ത്രിയെ ഇന്നുവരെ കയറ്റിയിട്ടില്ല, ഒരു MLA കയറ്റിയിട്ടില്ല, മറ്റൊരു ബിഷപ്പിനെയും കയറ്റിയിട്ടില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെയൊക്കെ അദ്ദേഹം കയറ്റിയെങ്കിൽ എന്താണ് അതിലെ മെസ്സേജ്? ഞാൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തെ കയറ്റിയതിനകത്ത് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ആരെയും കയറ്റാത്ത ഒരാൾ ഇത് കയറ്റുമ്പോഴാണ് പ്രശ്നം. നിങ്ങളൊക്കെ കാറിൽ കയറുന്ന ആളുകളായതുകൊണ്ട് ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നം. അപ്പോൾ തിരിച്ച് വേറൊരു കാര്യം ചോദിക്കാം, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ? അല്ല, എനിക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അല്ല, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. കേരളം CPM നേതാക്കൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതേ വാചകങ്ങളാണോ താങ്കളും പറയാൻ പോകുന്നത്? ഞാൻ അങ്ങനെയല്ല. ഞാനൊരു മത നേതാവിനെയും ഞാൻ എൻ്റേതായൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, പക്ഷേ ഒരു വളരെ വർഗീയമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വിമർശനം സമൂഹത്തിൽ നിൽക്കുമ്പോൾ എന്താണ് നിലപാട്? അല്ല, നമ്മുടെ നിലപാട് സമൂഹത്തിൽ എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടെ കേരളം എടുക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ഒരു മിനിറ്റ്. CPM ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുക, അത് ഞങ്ങൾ ചെയ്യാറില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളും, അതിപ്പോൾ CPM നേതാക്കളോട് ചോദിച്ചാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയവാദം കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ആരും ഉത്തരം പറയില്ല. അതെന്താ? ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരെ FIR എടുത്തത്. ഒരു കുഴൽക്കിണറിൽ ഒരാൾ വീണിട്ട് കോഴിക്കോട് മാൻഹോളിൽ വീണപ്പം ഞാൻ ഇപ്പോഴും എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി അതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ പേരിൽ FIR എടുത്തു. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളുടെയൊക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എതിരായ നിലപാടാണ് എപ്പോഴും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം പിണറായി വിജയൻ വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷേ ആരെയും എന്നാലും തള്ളി പറയും. അല്ല, വ്യക്തിപരമായി ഞാൻ ആരെയും വ്യക്തിപരത്തിന്റെ പ്രശ്നം സമൂഹത്തെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തുക, അവരെ അപരവൽക്കരിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഈ നിലപാട് സ്വീകരിച്ചത്.